പവിത്ര സീരിയലിന്റെ 14ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ തരുൺ അവിടെ വീട് മൊത്തം അലങ്കരിച്ചിരിക്കുകയാണേ. വേദ എന്താണെന്ന് മനസ്സിലാവാതെ വരുമ്പോ തരുൺ പറയും, നാളെ മോളുടെ പേരിടൽ ചടങ്ങ് കുറച്ച് കളർഫുൾ ആകട്ടെ എന്ന് കരുതി. പെൺകുട്ടിയായിരുന്നെങ്കിലേ രാധിക കണ്ടെത്തിയ പേരായിരുന്നു ഗൗരി. കുഞ്ഞിനെ ആ പേര് വിളിക്കുമ്പോ രാധിക അവിടെ ഉണ്ടാവട്ടെ അല്ല വേദ എന്ന് പറഞ്ഞേ രാധികയുടെ ഒരു ഫോട്ടോ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണേ. വേദയുടെ മുഖത്തെ സങ്കടം അത് അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. വേദ ഒന്നും പറയാതെ അവിടുന്ന് പോവാ. പുറത്ത് നിൽക്കുമ്പോ സേതു അമ്മ അങ്ങോട്ട് ചെന്നിട്ട് പറയും, വേദമോളെ, നിന്റെ മനസ്സ് ഈ അമ്മയ്ക്ക് അറിയാം. സ്വന്തം കുഞ്ഞിന്റെ മാതൃത്വം കൺമുന്നിൽ വെച്ച് ഇല്ലാണ്ടാവാന്നൊക്കെ അറിയുമ്പോ വേദ പറയും, ഇല്ലാതാവല്ലോ, ഹൈജാക്ക് ചെയ്യപ്പെടല്ലേ, അതിനുവേണ്ടി നിന്നെടുക്കല്ലേ, സാരമില്ല, എന്റെ മോളുടെ ജീവനേക്കാളും വലുതല്ലോ ഞാൻ അനുഭവിക്കുന്ന വേദന. ഒന്നുമില്ലെങ്കിലും എന്റെ കുഞ്ഞിന് അഭയം തന്ന സ്ഥലമല്ലേ, സാരമില്ല. സേതുമ്മ പറയും, നിന്റെ കുഞ്ഞിനെ ഈ വീട്ടിലെ കുഞ്ഞായി കുറച്ച് ദിവസത്തേക്കെങ്കിലും വളർത്താമെന്ന് ചോദിച്ചപ്പോ ഞാൻ ആ കുഞ്ഞിനോടൊപ്പം സ്വീകരിച്ചതേ നിന്നെ കൂടിയാ. തരുണിനോടൊപ്പം എനിക്ക് ജനിച്ചൊരു മകളായിട്ട്. ഈ കുഞ്ഞിയെ ഞാൻ എൻ്റെ മകന് ജനിച്ച മകളായിട്ടല്ല, എൻ്റെ മകൾക്ക് ജനിച്ച കുഞ്ഞായിട്ടാ കാണുന്നത്. കുറച്ചു കാലം കൂടെ ഈ നാട് തുടരണം. അത് കഴിയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ എല്ലാ സത്യങ്ങളും ഞാൻ തന്നെ അവനോട് പറയും. കുഞ്ഞ് നിന്റെ മകളായി തന്നെ വളരും, ഉറപ്പ് എന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ വേദ ഇങ്ങനെ ചിരിക്കാ. ശേഷം ആ ദിവസം എത്തിരിക്കാട്ടോ പേരിടൽ ചടങ്ങ്. വേദ രാവിലെ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ കളിപ്പിക്കും. ശേഷം എല്ലാവരും കൂടെ, അതായത് അമ്മയും വേദയും കൂടി കേട്ടോ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതൊക്കെ വേദ ഇതൊക്കെ നന്നായി എൻജോയ് ചെയ്ത് എണ്ണൊക്കെ തേച്ച് കൊടുത്ത് കുളിപ്പിക്കാട്ടോ. അങ്ങനെ നല്ലൊരു പാട്ടോട് കൂടിയാണ് ആ ഒരു ഭാഗം കഴിയുന്നത്. അപ്പോഴേക്കും അവിടെ നാട്ടുകാർ, അതായത് അവർ ക്ഷണിച്ച ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വേദയും അമ്മയും എല്ലാവരും മാറ്റി കുഞ്ഞിനെ ഇങ്ങനെ സന്തോഷത്തോടെ ഒരുക്കാട്ടോ. അപ്പോഴേക്ക് വരുൺ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, ആഹാ, അച്ഛൻ്റെ മുത്ത് ഒരുങ്ങിയല്ലോ, നമുക്ക് അപ്പുറത്തേക്ക് പോവാട്ടോ എന്ന് പറഞ്ഞ് ഇവരോടൊന്നും സമ്മതം പോലും ചോദിക്കാണ്ടേ തരുൺ ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോവാട്ടോ. അത് കാണുമ്പോൾ വേദയ്ക്ക് സഹിക്കുന്നില്ല. അമ്മ അറിയും, തരുൺ വിളിച്ചവരൊക്കെ എത്തി, ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവരാം, കുഞ്ഞിനെ എങ്ങത്താ, നീ അങ്ങോട്ട് ചെല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിച്ച് തരുണിന്റെ അവിടെ നിന്ന് ഓടിക്കണം അമ്മ. അങ്ങനെ നന്നായിട്ട് ഒരുക്കിയതിന് ശേഷം വേദ കരഞ്ഞുകൊണ്ടാണ് മുത്തം കൊടുത്തിട്ട് കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ സേതു അമ്മ മോളെ അവിടെ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ തരുൺ അവിടെ ചടങ്ങിനായിട്ടിരിക്കും. അപ്പോഴേക്കും മോളെ കൊണ്ടുവരുന്ന കാണുമ്പോൾ തരുണ് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അങ്ങനെ മോളെ മടിയിലിരുത്തി നല്ല ഹാപ്പി ആയിട്ടാ തരുൺ ഇരിക്കുന്നത്. വേദ ആൾക്കാരുള്ളത് കാരണം വേദയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല. അപ്പൊ സേതുമ്മ വേദനെ അടുത്തേക്ക് വിളിക്കുക കേട്ടോ. അങ്ങനെ വേദയ്ക്ക് ഒരു സന്തോഷമൊന്നുമില്ല കേട്ടോ ഇതില്. അങ്ങനെ തരുൺ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് വെറ്റിലുകൊണ്ട് ഒരു ചെവി മറിച്ച് ഗൗരി 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 എന്ന് പേര് വിളിക്കാട്ടോ. പേരിട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അമ്മ കുഞ്ഞിനെ വാങ്ങിക്കും. എന്നിട്ട് വേദയ്ക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ വേദ മോളെ കൊണ്ടുപോകുന്നത് തരുൺ ഇങ്ങനെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ആരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വാങ്ങിച്ചു വെച്ചതിന് ശേഷം തരുൺ അകത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. വേദ മോളെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കട്ടോ മടിയിലിരുത്തി. അപ്പോ സേതുമ്മ വന്ന് വരുണിനെ തടയും. നീ ആളുകളെ കഴിക്കാനിരുത്ത്, കുഞ്ഞ് പാല് കുടിക്കട്ടെ, ഇപ്പൊ നീ അങ്ങോട്ട് പോണ്ട, ചെല്ലേ. അപ്പോ തരുൺ അവിടുന്ന് പോകും. തരുണെ കണ്ടിട്ടൊരു പാവം തോന്നുക കേട്ടോ. വേദ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുമ്പോഴും ഉള്ളിൽ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്. അമ്മ വന്ന് അടുത്തിരിക്കുമ്പോ എന്താ പറയണ്ടെന്ന് അറിയണില്ല. ഇത് സമയം വന്ന ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പോവാൻ തുടങ്ങുമ്പോൾ വരുൺ അവരൊക്കെ യാത്ര അയക്കണേ. അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞാ വേദയും അമ്മയും കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തരുൺ അങ്ങോട്ട് വരും. വേദ കണ്ടിട്ടില്ലേ, അമ്മ കുഞ്ഞിനോട് എടുക്കാൻ പറയണേ. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് തരുണിന് കൊടുക്കുമ്പോൾ വേദയ്ക്ക് വല്ലാത്ത സങ്കടാവുന്നുണ്ട് കേട്ടോ. സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ വേറൊരാൾക്ക് കൊടുക്കുക, അതും തന്റെ അനുവാദം പോലും ആവശ്യമില്ലാത്ത ഒരവസ്ഥ വേദയെ ആ സങ്കടം വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തരുണെ കുഞ്ഞിനെ രാധികയുടെ ഫോട്ടോയുടെ അടുത്ത് കൊണ്ടുപോയിരിക്കട്ടോ. നോക്ക്, ദാ അമ്മയുടെ ഗൗരിക്കുഞ്ഞേ, അമ്മ വിളിക്ക്, അമ്മേ, മോളെ അമ്മേനെ നോക്ക്, മോളെ ഗൗരി, ഗൗരിയുടെ അമ്മയാട്ടോ ഇത്, ദാ അമ്മ എന്നിങ്ങനെ പറഞ്ഞ് കളിപ്പിച്ചോണ്ടിരിക്ക. അപ്പോഴേക്കും സേതു അമ്മ അങ്ങോട്ട് വരും. തരുൺ ഇത് കാണുമ്പോ സങ്കടം ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് വയ്ക്കും. നിനക്ക് ജോലിക്ക് പോകാൻ സമയമില്ലേ, അമ്മ കാര്യം പറ, തരുണേ നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞ് കട്ടിൽ ഇരുന്നിട്ട് അവർ സംസാരിക്കുക. എന്ത് പറ്റിയമ്മേ? അമ്മ പറയും, ഞാൻ പറയുന്നത് നീ തെറ്റായി എടുക്കരുത്, നീ അമ്മ കാര്യം പറ. അമ്മ അറിയും, കുറച്ച് വലുതായ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങും. അവിടെ വരുന്ന പല കുഞ്ഞുങ്ങൾക്കും അച്ഛനും അമ്മയും ഉണ്ടാകും. നീ കൊച്ചിലെ തന്നെ കുഞ്ഞിന്റെ ഉള്ളില് അമ്മ ഇല്ലാത്തവളെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കരുത് മോനെ. അമ്മ ഇല്ലാത്തവളാണ് താനെന്നുള്ളൊരു തോന്നൽ ഗൗരിമോളുടെ ഉള്ളിൽ വന്ന അത് പരിഹരിക്കാൻ നിന്റെ സ്നേഹം മതിയാവില്ല മോനെ. കുറച്ച് വലുതാകുമ്പോ നമുക്ക് അവളെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. തരുൺ ചോദിക്കും, അതുവരെ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ആരെ കാണിക്കണം? ഇവളെ നോക്കാൻ അമ്മ ആശുപത്രിയിൽ നിന്ന് കുട്ടിയാ സ്ത്രീയോ ആരെങ്കിലും കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ തരുൺ. ചെറുപ്പത്തിലെ താൻ അമ്മയില്ലാത്തൊരു കുഞ്ഞാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ കുഞ്ഞിക്ക് ഉണ്ടാവരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ. തരുൺ വയ്ക്കും, അപ്പൊ എന്റെ രാധികയെ ഞാൻ ഒരിക്കലും ഇവളെ കാണിക്കരുതെന്നാണോ? അമ്മ പറയും, അവളുടെ ബാല്യം വിടുന്നത് വരെയെങ്കിലും അങ്ങനെ ഒരു മുറിവ് അവളുടെ മനസ്സിൽ ഉണ്ടാക്കാതിരുന്നൂടെ തരുൺ? തരുണ് നല്ല സങ്കടാവും. കുഞ്ഞിനെ എങ്ങതാ, നീ ഓഫീസിൽ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് അമ്മ മോളെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ തരുണ് വിഷമാവാ. പിന്നീട് കാണിക്കുന്നത് കോടതിയിലാട്ടോ. അവിടെ വിക്രമിന്റെ കേസ് വിളിച്ചിരിക്കുക. വിക്രമിന് വേണ്ടി ഹാജരായിട്ടുള്ളത് ശങ്കർ നാരായണനാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ തുടങ്ങാട്ടോ. ഈ
കേസിന്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ആരിൽ നിന്നും രക്ഷപ്പെടാനാണോ വിക്രം സുധാകരൻ ഇടുക്കിയിലേക്ക് മാറി താമസിച്ചത്? ആ ആളുകളാൽ തന്നെയാണ് വിക്രം ആക്രമിക്കപ്പെട്ടത്. സത്യത്തിൽ ഇയാളാണ് ഇര. നിരപരാധിയായ ഇയാൾ ശിക്ഷിക്കപ്പെടുമ്പോ യഥാർത്ഥ വേട്ടക്കാർ പുറത്തുനിന്ന് അത് കണ്ട് രസിക്കുകയാണ്. കുറച്ച് വിറ്റ്നസിനെ ഹാജരാക്കാൻ തുടങ്ങുക കേട്ടോ. ശങ്കരനാരായണൻ, ശ്രീകാന്തും ദർശനും പരസ്പരം നോക്കും. അങ്ങനെ കോടതി അതിന് അനുവാദം കൊടുക്കുമ്പോ അവിടുത്തെ ഫാദറും മേരി ചേച്ചിനെയും അവരുടെ ചേട്ടനെയും സേതു മാധവൻ അങ്ങനെ എല്ലാരെയും വിളിക്കും. കോടതിക്കും ഓരോരുത്തരെ പ്രത്യേകം വിശദീകരിക്കണോ? ശങ്കരനാരായണൻ സാറ് അതേത് പറയും. ആദ്യം ഗീവർഗീസിനെ കേട്ടോ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. നിങ്ങളല്ലേ വിക്രമിന് ഇടുക്കിയിൽ താമസം ഒരുക്കി കൊടുത്തത്? അതെ, എന്റെ സുഹൃത്തിന്റെ മകനാന്നാ പറഞ്ഞിട്ടാ. എന്ത് സ്വഭാവമായിരുന്നു? നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വിക്രമിന്റെ സ്വഭാവം എന്താണെന്നൊക്കെ ഫുള്ളായിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഗീവർഗീസ്. അവസാനായിട്ട് വിക്രമിന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? ഓ സാറേ, അങ്ങനെ ഒരു സൂചന വിക്രം തന്നിരുന്നു. മാത്രമല്ല, ഈ സംഭവം ഉണ്ടാവുന്നതിന്റെ തലേ ദിവസം വീട്ടിൽ ആരൊക്കെയോ കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വിക്രവും ആ പെൺകൊച്ചും എന്റെ വീട്ടിലേക്ക് വന്നു. അവരാരാണെന്ന് വിക്രം പറഞ്ഞിരുന്നോ? ആ കൊച്ചിന്റെ ആങ്ങളെയും അങ്കിളും ആണെന്നാ അന്ന് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഗീവർഗീസ് പറയും, ഞാൻ പള്ളിയിൽ വിവരം അറിയിക്കാൻ പോയി. തിരിച്ചു വീട്ടിലെത്തിയപ്പോ ആകെ അലങ്കോലായി കിടക്കായിരുന്നു. എല്ലാം തല്ലി പൊളിച്ചിട്ടിരിക്കായിരുന്നു. വിക്രമും ആ കൊച്ചും അവിടെ ഇല്ലായിരുന്നു. പിന്നെ നിങ്ങൾ വിക്രമിനെ കണ്ടത്? അപ്പൊ ഗീവർഗീസ് പറയും, പിന്നെ കണ്ടിട്ടില്ല സാറേ. പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞു. ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ കണ്ടായിരുന്നു. പിന്നെ ആരോടും പറയാതെ ആ കൊച്ചു അവിടുന്ന് പോയി. ശങ്കരൻ പറയും, ശരി. അങ്ങനെ ശങ്കരൻ കോടതിയോട് പറയും, ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട വിക്രം സുധാകരൻ ചില പ്രതികൾ തുടർച്ചയായി വേട്ടയാടുകയായിരുന്നെന്നും അവർ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. നാട്ടിൽ വെച്ച് ഒരു രാഷ്ട്രീയക്കാരന്റെ മകനെ കൊലപ്പെടുത്തിയെന്ന് കള്ളക്കേസുണ്ടാക്കി വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിക്രം നാടുവിട്ടത്. വിക്രം തെറ്റുകാരനല്ലെന്ന് മനസ്സിലായ വാസവൻ പ്രസ്തുത കേസ് പിൻവലിച്ചതുമാണ്. ഹൈറേഞ്ചിൽ ചെന്ന് സ്വസ്ഥമായി ജീവിക്കാൻ ശ്രമിച്ച വിക്രമിന് കൊല്ലപ്പെട്ട ചന്ദ്രശേഖരനും അയാളുടെ മരുമകൻ ശ്രീകാന്തും ഗുണ്ടകളും പിന്നാലെ പിന്തുടർന്ന് ചെല്ലുകയായിരുന്നു എന്ന് ഗീവർഗീസിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. അയാളുടെ വീട്ടിൽ അഭയം പ്രാപിച്ച വിക്രമിനെയും അയാളുടെ ഭാര്യയെയും യഥാർത്ഥ പ്രതികൾ തിരഞ്ഞു ചെന്ന് ആക്രമിക്കായിരുന്നു. അതിനിടയിലാ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. ഒരു സംഘടനത്തിൽ സംഭവിച്ച ആ കൊലപാതകം ഇന്റൻഷനോടെയുള്ള ഒന്നാണെന്ന് പറയാനാവില്ല. അതിനാൽ പ്രതി വിക്രം സംശയത്തിന്റെ ആനുകൂല്യം അർഹിക്കുന്നുണ്ട്. കോടതി എല്ലാം കേട്ടിട്ട് എനിക്ക് ക്രോസ്. അപ്പൊ ദർശൻ എണീക്കും. ബഹുമാനപ്പെട്ട ഡിഫൻസിന്റെ ഫയലിന് ശേഷം ഞാൻ ഒന്നിച്ച് പ്രസന്റ് ചെയ്തോളാം. ശേഷം മേരിയെ വിളിക്കാണ്. വിക്രമിന്റെ ഭാര്യയായിട്ട് നിങ്ങൾക്ക് നല്ല അടുപ്പായിരുന്നല്ലേ? തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു സാറേ. ശങ്കരൻ ചോദിക്കും, വേദയെ അവസാനമായി കണ്ടത് എപ്പോഴായിരുന്നു? കണ്ണീർമലയിൽ വെച്ച് വിക്രത്തിനെയും ആ കൊച്ചിനെയും ആരൊക്കെയോ ആക്രമിച്ചു. അവിടുന്ന് ബോധം കെട്ട് വീണ ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെന്ന് വിക്രമിന്റെ ഫ്രണ്ട് സേതു ആ ഞങ്ങളെ വിളിച്ചറിയിച്ചത്. അങ്ങനെയാ ഞാൻ എത്തിയത്. അന്ന് അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? മേരി പറയും, കരച്ചിലായിരുന്നോ? വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടത് മുതൽ കരച്ചിലോട് കരച്ചിൽ. വിക്രത്തെ ആക്രമിക്കാൻ വന്നത് ആരാണെന്നുള്ള സൂചന വല്ലതും? അതിന് പേടിയായിരുന്നു സാറേ. ആരൊക്കെയോ എപ്പോഴൊക്കെയോ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും കരച്ചില. ഒരു ദിവസം ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കോടതിക്കും ആക്ച്വലി ഈ സാക്ഷികളെ വിശദീകരിക്കുന്നതോടുകൂടെ എന്ത് പ്രൂവ് ചെയ്യാനാ താങ്കൾ ശ്രമിക്കുന്നത്? ശങ്കരൻ പറയും, ലെറ്റ് മീ ക്ലിയർ മൈ ഫയൽ യുവർ ഓണർ. പിന്നീട് കോടതിയിലേക്ക് സേതുവിനെ വിളിക്കാം. സേതുവിന് വിക്രമിനെ നേരത്തെ അറിയാം. ശങ്കരൻ ചോദിക്കും, ഇടുക്കിയിൽ വെച്ച് എങ്ങനെയാ കണ്ടത്? സേതു പറയും, എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന്. അപ്പോഴാ വിക്രമാണ് കല്യാണം നടത്തുന്നതെന്ന് മനസ്സിലായത്. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ? സാധാരണയിൽ വിട്ടെന്തെങ്കിലും. വിക്രത്തിന്റെ കൂടെ ഒരു അനിയൻകുട്ടൻ ഉണ്ടായിരുന്നു. എപ്പോഴും പേടിച്ചിരിക്കും. ആൾക്ക് സംസാരിക്കാനും കഴിഞ്ഞിരുന്നില്ല. അവൻ പക്ഷെ കല്യാണത്തിനന്ന് പെട്ടെന്ന് റിക്കവർ ആയി. അതെല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നോ? ശങ്കരൻ ചോദിക്കും, അങ്ങനെ അവൻ കാരണം അതെന്താണെന്ന് വിക്രം പറഞ്ഞിരുന്നോ? സേതു പറയും, ഉവ്. ശങ്കരൻ ചോദിക്കും, എന്തായിരുന്നു അത്? വരുൺ കൊലക്കേസിലെ വിക്രമാണ് പ്രതി എന്ന് പറഞ്ഞ പുളിക്കൽ അനിയൻകുട്ടനും കൂട്ടുകാരും ചേർന്ന് കണ്ടെത്തി. വരുൺ വധത്തിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന് പുളിക്കലിനെ അറിയായിരുന്നു. പുളിക്കൽ അത് അനിയൻകുട്ടനോട് പറയുമായിരുന്നു എന്ന് അറിഞ്ഞ യഥാർത്ഥ പ്രതികൾ അന്ന് രാത്രി തന്നെ പുളിക്കലിനെ കൊലപ്പെടുത്തി. അത് നേരിട്ട് കണ്ടാണ് അനിയൻകുട്ടൻ അങ്ങനെയായത്. അപ്പോഴേക്കും ദർശൻ എണീറ്റിട്ട്, എക്സ്ക്യൂസ് മീ യുവർ ഓണർ, വൺ ക്വസ്റ്റ്യൻ. അപ്പൊ ശങ്കരൻ പറയും, ഇത് ഫിനിഷ് ആവട്ടെ. കോടതി പറയും, ഇത്ര നേരം പ്രോസിക്യൂഷൻ വെറുതെ ഇരിക്കായിരുന്നില്ല, ഒറ്റ ചോദ്യല്ലേ, ചോദിക്കട്ടെ വക്കീൽ എന്ന് പറയുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. വിക്രം ഇങ്ങനെ അവരെ നോക്കുന്നിടത്ത്. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്